സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിലേക്കാണ്. ഇങ്ങനെ മൃതദേഹങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ കാണാം. നമ്മളെ വിളിക്കുന്നുണ്ട്. ഈ ശില്പചാതുരി എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ പണിത് ചെയ്ത് വയ്ക്കുക. കാരണം ഒരുപാട് തവണ തകർക്കപ്പെടുകയും ഭൂകമ്പത്തിൽ തകരുകയൊക്കെ ചെയ്ത ക്ഷേത്രമാണ്. പക്ഷേ അവർ വീണ്ടും ആ പഴയ രീതിയിൽ തന്നെ മാക്സിമം രുദ്രാക്ഷം, ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് രുദ്രാക്ഷം. നല്ല രുദ്രാക്ഷം കിട്ടും ഇവിടെ. ഒരുപാടുണ്ട്. അവരുടെ പിച്ചാത്തി ഗൂർക്ക കത്തി ഉണ്ടല്ലോ, നമുക്ക് ഇത് പറഞ്ഞാൽ മേടിക്കണം. ഇൻസാണ് നേപ്പാളി കോയിൻസ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിലേക്കാണ്. ത്രിഭുവൻ എയർപോർട്ടിലേക്ക് വന്ന് നമ്മളിന്ന് നേപ്പാളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി വരുന്ന വീഡിയോകളിൽ മൊത്തം നേപ്പാളിലെ കാഴ്ചകളായിരിക്കും. നേപ്പാളിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇനി വരുന്നത്. അപ്പോൾ നമ്മൾ വന്ന വിസ്താര എയറാണ് ഈ കാണുന്നത്. വിസ്താര എയർ ചെറിയൊരു എയർപോർട്ടാണ് നമ്മുടെ കാഠ്മണ്ഡു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ വലിയ വിസായ്ക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പെട്ടെന്ന് നമുക്ക് അവർ ചിരിച്ചുകൊണ്ടാണ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ പല പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പേടിച്ച് നിന്ന് വേണം. പുതുതായിട്ടൊക്കെ വരുന്നവരും ഇതിനൊക്കെ പേടിച്ച് നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ. നല്ലൊരു ചെറിയ എയർപോർട്ടാണ്. ചെറിയ എയർപോർട്ട് വളരെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. വലിയ ചടങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നു. ഇവിടെ നമുക്ക് വിസയുടെ ആവശ്യമില്ല. ഇന്ത്യൻസിന് വിസയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ലഗേജൊക്കെ എടുത്ത് പതുക്കെ പുറത്തോട്ട് ഇറങ്ങണം. നമുക്കിവിടെ ട്രെയിനിൽ വരാം. ട്രെയിനിലാണ് ഗോരഖ്പൂർ വന്നിട്ട് നേരെ ബോർഡർ കടന്ന് സുനോലി, അങ്ങനെ നമുക്കവിടെ നിന്ന് ടൂറിസ്റ്റ് ടാക്സികൾ, ഷെയർ ടാക്സികളൊക്കെ കിട്ടും. പിന്നെ നമ്മളിപ്പം വന്നിരിക്കുന്നത് നേരെ കൊച്ചി, ഡൽഹി കാഠ്മണ്ഡുവാണ്. ഈ പുറത്തിറങ്ങുന്ന തന്നെ എല്ലാവരും നമ്മളെ സിം കാർഡിന് വിളിക്കുന്നുണ്ട്. മീൻചാൻ തന്നെ വിളിക്കുന്നില്ല, സിം കാർഡെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു സിം കാർഡ് എടുക്കണം. അപ്പം നിങ്ങൾ പൈസ ആദ്യം എക്സ്ചേഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇന്ത്യൻ മണി എവിടെ വേണമെങ്കിലും ഇവിടെ എടുക്കും. പക്ഷേ അവരിപ്പം 1.5 വെച്ചേ ഉള്ളൂ കണക്ക് കൂട്ടത്തുള്ളൂ. നമ്മൾ ആദ്യമേ മണി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം, എന്നിട്ടൊരു സിം കാർഡ് എടുക്കാം. നമ്മൾ മണി എക്സ്ചേഞ്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് 1.5 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ബോബി സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 മാറണ്ട, നിങ്ങൾക്ക് 1.6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ബോബി സാറിൻ്റെ അക്കൗണ്ടിലേക്ക് അവിടെ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അപ്പം അദ്ദേഹമാണ് നമുക്ക് ഇവിടുത്തെ ഹോട്ടലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 1.6 വെച്ച് നമുക്ക് പൈസ നമുക്ക് മാറാൻ പറ്റും. നമ്മുടെ പൈസയ്ക്ക് മൂല്യമുള്ള ഏക ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നേപ്പാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പം നമ്മളെ നോക്കി ഒരുപാട് ടാക്സിക്കാർ കാണും. അവർ ഹോട്ടലിൻ്റെ പേര് ചോദിക്കും, ഭയങ്കര റേറ്റ് പറയും, 4 ഇരട്ടി പൈസ പറയും. നമ്മൾ നേരത്തെ ഇത് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം നമുക്ക് വേണ്ടി ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത് ബോബി സാറാന്ന് പറഞ്ഞു. ഞാൻ അതൊരു നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. പുള്ളിക്കാരന് എൻ്റെ വീട്ടിൽ 2 ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് താമസിക്കുന്നുണ്ട്. 10-18 വർഷമായിട്ട് ഇവിടെ ഉള്ളൊരു മലയാളിയാണ്. അപ്പം പുള്ളിയാണ് ഹോട്ടലെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടലിൽ ചോദിക്കുമ്പം അവർ പറയും ടാക്സിക്ക് ഇത്രയാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്താൽ മതി. എന്നല്ല, ടാക്സിക്കാർ നമ്മളെ പൊതിയും. അപ്പം നേരെ ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് നമുക്ക് റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് നമ്മൾ നേരെ പശുപതിനാഥ ടെമ്പിളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് അമ്പലത്തിലെത്തി എൻ്റെ കാഴ്ചകൾ നിങ്ങളോട്ട് പങ്കിടാം. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിലാണ്, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണുള്ളത്. നമ്മുടെ നേപ്പാൾ യാത്ര ഇവിടെ ഈ പശുപതിനാഥ ടെമ്പിളിൻ്റെ മുഖ്യ കവാടത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളിനി നേപ്പാളിലെ കാഴ്ചകളുമായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നേപ്പാൾ യാത്രയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ തലസ്ഥാനമായ കാഠ്മണ്ഡു. ഇവിടുത്തെ പ്രസിദ്ധവും പുരാതനവുമായ പശുപതിനാഥ് ടെമ്പിൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ നേപ്പാൾ യാത്രാ സീരീസ് പശുപതിനാഥിൽ നിന്ന് തുടങ്ങുന്നത്. പ്രസിദ്ധമായ
ബാഗ്മതിയുടെ തീരത്താണ് പശുപതിനാഥ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണിത്. ഏതാണ്ട് 280 ഹെക്ടർ സ്ഥലത്താണ് ഈ പശുപതിനാഥ് വ്യാപിച്ച് കിടക്കുന്നത്. ചുറ്റിലും 500ഓളം മറ്റ് ക്ഷേത്രങ്ങളുമുണ്ട്. ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിൽ പ്രചണ്ഡദേവനാണ് എന്ന രാജാവാണ് നമ്മുടെ ഈ പശുപതിനാഥ് പുനർനിർമ്മിച്ചത്. 5 മുഖങ്ങളുള്ള ശിവലിംഗമാണ് മെയിനായിട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ. ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കാണാം ഒരുപാട് ഭക്തജനങ്ങൾ, ഒരുപാട് നേർച്ചകളൊക്കെ അർപ്പിച്ച് നമ്മൾ ഈ പശുപതിനാഥ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ നിന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വയ്ക്കുന്ന നെയ്ത്തിരികൾ ഓരോ ദിവസം പൂജാ റൂമിൽ എടുത്തു വെച്ച് നെയ്ത്തിരികൾ അത് കൂട്ടിവെച്ച്, അത് എത്ര നെയ്ത്തിരി ഉണ്ടാവും, എത്ര നാൾ കൊണ്ടാണ് നമ്മളിവിടെ വരാൻ പറ്റുകയെന്നും അറിയില്ല, അതൊക്കെ കൂട്ടിവെച്ചാണ് നമ്മളിവിടെ വന്ന് കത്തിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ബാഗ്മതിയുടെ തീരത്തേക്കാണ്. ബാഗ്മതി പുണ്യനദിയാണ്, പക്ഷേ ഇതിൻ്റെ തീരത്ത് എപ്പോഴും ഇങ്ങനെ മൃതദേഹങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കാണാം. കണ്ടില്ലേ, ഓരോ സ്ഥലത്തും ഇങ്ങനെ തടി വിറക് അടുക്കി വെച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 100 മൃതദേഹമെങ്കിലും ഇവിടെ കത്തിക്കുന്നുണ്ട്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനോ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ, ഇതിലാണ് ഈ മൃതദേഹം കെട്ടിക്കൊണ്ട് വന്നിട്ട് നേരെ കത്തി. ഭയങ്കര സ്മെല്ലുണ്ട്. നമുക്കിവിടുന്ന് പോയി ഇതിനകത്തൊക്കെ ഒരുപാട് പേര് സ്നാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് തോന്നുന്നു കൂടുതലേ, കാരണം ഇതിനകത്തുള്ള അവശിഷ്ടങ്ങളൊക്കെ ഈ നദിയിലേക്ക് പോകുന്നുണ്ട്. ബാഗ്മതിയെ ശരിക്കും അശുദ്ധിയാക്കുവാണ്. ഇവിടുത്തെ നിർമ്മിതികൾ കണ്ടില്ലേ, നിലത്ത് മുഴുവൻ കരിങ്കല്ല് പാകിയിരിക്കുകയാണ്. അതുകൊണ്ട് ചുടുകട്ട കിട്ടി നല്ല രസം. ആ തടിയുടെയൊക്കെ വർക്ക് കണ്ടോ, ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇതിന്. ഇത് ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഇതൊക്കെ ഒന്ന് തകർന്നാണ് പിന്നെ അത് അതേപടി തന്നെ പഴയ രീതി തന്നെ പുനർസൃഷ്ടിച്ചാണ്. ഭയങ്കര രസമുള്ള ലൊക്കേഷനുകളാണ്. അതുകൊണ്ട് ഇവിടെ റീൽസ് എടുക്കുന്ന പെൺപിള്ളേരെയൊക്കെ കാണാം. എവിടെ ചെന്നാലും ഈ റീൽസിൻ്റെ ബഹളാണ്. ഇപ്പം അമ്പലത്തിൽ വന്നാലും റീൽസ്, അവർക്ക് നല്ല ലൊക്കേഷനാണ്. ഭയങ്കര വെയിലാവട്ടോ, അതിനിടയ്ക്ക് പനിയായിട്ട് നാട്ടിൽ നിന്ന് പോകുന്നത്. എങ്കിലും നിങ്ങളെ ഇതൊക്കെ കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പനിയൊന്നും വാക്കാതെ നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് ഇല്ലെന്ന് ഒരു ചെറിയൊരു അമ്പലം കാണാം. അതെല്ലാം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ ഈ പാലം കടന്ന് നേരെ അപ്പുറത്ത് ഇരുന്നത് കിഴക്കേ കരയാണ്. ബാഗ്മതിയുടെ കിഴക്കേ കരയിലേക്ക് നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് അവസാനം നമുക്ക് പശുപതിനാഥ ക്ഷേത്രത്തിൽ കയറാം. നേരെ ഇതിൻ്റെ കരകളിലൊക്കെ ധാരാളം ആൾക്കാർ ഈ പിതൃതർപ്പണങ്ങൾ, പൂജകൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്നാനം ചെയ്യുന്നുണ്ട്. എല്ലാം പൂജാദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര്, പൂജാരിമാർ. ഇവിടെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണ് കൂടുതലും പൂജ നടത്തുന്നത്. ഇവിടെ നിന്ന് കയറി നമുക്ക് മുകളിലേക്ക് പോയി കഴിയുമ്പം ഇവിടെ 14 ശിവക്ഷേത്രങ്ങൾ, ശിവലിംഗ പ്രതിഷ്ഠ, നല്ല ഭംഗിയാട്ടോ. 14 ശിവപ്രതിഷ്ഠകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറിയൊരു ക്ഷേത്രം കാണാം. അതെന്താ എന്ത് ഭംഗിയെന്ന് കണ്ടില്ലേ, വളരെ മനോഹരമാണ്. ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പോലീസുകാർ ഇടയ്ക്ക് വന്ന് ഓടിക്കുന്നുണ്ട്. ഫിഷക്കാരെ ഒന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. പിന്നെ ഇവിടെ ഒരുപാട് അഘോരിമാർ ഇവിടെ പ്രാർത്ഥനയിലുണ്ട്. അവർ നമ്മളെ കൊടുക്കുന്ന ദക്ഷിണ കൊണ്ടൊക്കെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, മുടിയൊക്കെ ജടയൊക്കെ ബാധിച്ച് അഘോരിമാർ അവരിങ്ങനെ ഒരു ചന്ദനമൊക്കെ പൂശി ഇങ്ങനെ ഇരിക്കും. നമുക്ക് അവരോട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം. അവർ നമ്മളെ വിളിക്കുന്നുണ്ട്. നല്ല രസമാണ് അവരെ കാണാൻ. നല്ല ചൈതന്യം തുളുമ്പുന്ന മുഖങ്ങളാണ്. ഇതാണ് ആ 14 ക്ഷേത്രം. ഇതിൻ്റെ കരയിലാണ് പ്രസിദ്ധമായ ആരതി നടക്കുന്നത്. അത് വൈകുന്നേരം 6 മണിക്കാണ്. നമുക്ക് ആ സമയത്ത് നമ്മൾ വേറെ ഒരു യാത്രയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആരതി നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ നേരെ കാണുന്നതാണ് ആ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ മുകളിൽ കാണുന്ന ശ്രീകോവിലാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. കാരണം ഈ ശില്പചാതുരി എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ പണിത് ചെയ്ത് വയ്ക്കുക. കാരണം ഒരുപാട് തവണ തകർക്കപ്പെടുകയും ഭൂകമ്പത്തിൽ തകരുകയൊക്കെ ചെയ്ത ക്ഷേത്രമാണ്. പക്ഷേ അവർ വീണ്ടും ആ പഴയ രീതിയിൽ തന്നെ ഒരു മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലോക പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയതാണ്. നമ്മളവിടെ നേരെ ഇറങ്ങി നേരെ ഇനിയിപ്പം
പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ഇതിലാണ്. അപ്പോൾ ഇതുപോലെ ആൾക്കാർ വരും, നമ്മളെ ദർശനം പളനിയിലൊക്കെ വരുന്ന പോലെ തന്നെ നമ്മളെ ദർശനം ചെയ്യിക്കാം, പ്രസാദം മേടിച്ചുതരാമെന്ന് പറഞ്ഞു. നമ്മളതിനൊന്നും വഴിപ്പെടണ്ട, നമ്മളെ ക്യാമറ കണ്ടപ്പോൾ അവർ പോയി. ഇവിടുന്ന് നേരെ ഈ ചെരുപ്പ് വെക്കാനുള്ളതെന്നും പറഞ്ഞ് കുറച്ച് അമ്മച്ചിമാർ വരും. നമുക്കിവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. നമ്മൾ നേരെ അവിടെ ചെരുപ്പ് സൂക്ഷിച്ചിട്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോവുക. ക്ഷേത്രത്തിനകത്ത് വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. നേരെ അവർ ഒരു സഞ്ചി നമുക്ക് ചെരുപ്പ് മേടിക്കാൻ ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ സേവനം കേട്ടോ. നമ്മൾ പല കടക്കാരും പളനിയിലൊക്കെ ഉള്ള പോലെ പല ഷോപ്പുകാരുണ്ട്. ഇങ്ങനെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അവരവരുടെ കടയിൽ നിന്ന് കുറേ പൂജാസ്ഥാനങ്ങളൊക്കെ നമ്മളെ നിക്ഷേപിച്ച് വിൽക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുണ്ട് ചെരുപ്പ് വന്ന്. താങ്ക് യു. ചെരുപ്പ് കിട്ടി. ഇനി ഒരു കവറിലിട്ടങ്ങ് കവറിലിട്ട് കൊടുക്കും. പശുപതിനാഥ് അമ്പലത്തിൻ്റെ മെയിൻ സ്ഥലത്തോട്ട് ക്യാമറ അലൗഡ് ആണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മൾ പശുപതിനാഥ ദർശനമൊക്കെ കഴിഞ്ഞാൽ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അനുവദനീയമല്ല. കർശന നിയന്ത്രണമാണ്. ഇതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അടുത്ത കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. വളരെ നല്ലൊരു ദർശനം കിട്ടി നമുക്ക്. നമുക്ക് നേരെ ഇതിൻ്റെ പരിസരത്ത് ഒരുപാട് അമ്പലങ്ങൾ, നല്ല നല്ല കാഴ്ചകളുണ്ട്. എല്ലാം ഒന്ന് കാണാം. ഓരോ ഗ്രൂപ്പുകളാണ്, തൊപ്പിയാണ് അവരുടെ കളറിൻ്റെ അടയാളം. നല്ല ചൂടുണ്ട്, പനി കഴിഞ്ഞതേ ഉള്ളൂ. സമയത്തായുള്ള വൈകുന്നേരം നല്ല തണുപ്പാണ്. ഇല്ലെങ്കിൽ വന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ നമുക്കിനി റൂമിലേക്കാണ് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ രുദ്രാക്ഷം, ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് രുദ്രാക്ഷം. നല്ല രുദ്രാക്ഷം കിട്ടും ഇവിടെ. ഇതുണ്ടല്ലോ പച്ചക്കായ, ഈ കായ ചീച്ച് അവിടുന്ന് പൊളിച്ച് വെച്ചിരിക്കുന്ന പഴുത്ത കായ. നല്ല ഒരുപാട് രുദ്രാക്ഷം വിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കിവിടുന്ന് കുറച്ച് രുദ്രാക്ഷം വാങ്ങിക്കണം. നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് ഏകമുഖി രുദ്രാക്ഷം. അത് അങ്ങനെ കേരളത്തിൽ അധികം ആൾക്കാരില്ല. നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ കഴുത്തിലുണ്ട്. അപ്പം നമ്മളിവിടെ തിരക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല. നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു ഏകമുഖി രുദ്രാക്ഷം മേടിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ഇതൊക്കെ നല്ല ഒറിജിനലാണ്. നമ്മളവിടെ നല്ല പ്ലാസ്റ്റിക് അല്ല, കരിങ്ങാലിയൊന്നുമല്ല, ഒറിജിനൽ രുദ്രാക്ഷമാണ്. അത് ഇവരെല്ലാം ഇങ്ങനെ ഒരു ഉപജീവനമാർഗ്ഗം നടത്തുന്നവർ, അതുകൊണ്ടല്ലേ കടകളിലെല്ലാം രുദ്രാക്ഷത്തിൻ്റെ ടച്ചാണ്. ഈ അമ്പലത്തിലേക്ക് വഴിപാടായിട്ട് ഈ രുദ്രാക്ഷമാല മേടിച്ചുകൊണ്ട് കൊടുത്ത് പൂജിച്ച് മേടിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ഇവരുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നതെല്ലാം ഇങ്ങനെ പല പല പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന. കൂടുതൽ രുദ്രാക്ഷമാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഐക്കൺ എന്ന് പറയാം. പിന്നെ ഇവരുടെ ആൻറ്റിക് ഐറ്റങ്ങൾ ഒരുപാടുണ്ട്. കണ്ട് അവരുടെ പിച്ചാത്തി ഗൂർക്ക കത്തി ഉണ്ടല്ലോ, നമുക്ക് ഇത് ഒരെണ്ണം മേടിക്കണം. ഇത് എയർപോർട്ടിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പിച്ചാത്തി ഒരെണ്ണം വാങ്ങിക്കണം. ആൻറ്റിക് ഐറ്റങ്ങൾ ഒരുപാട് ഇതുണ്ട്. ഇവരുടെ പല പല വിഗ്രഹങ്ങൾ, ബുദ്ധ വിഗ്രഹങ്ങൾ, ഇതല്ല കോയിൻസൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ ഇവരുടെ ഒരു കോയിൻസാണ്, നേപ്പാളി കോയിൻസാണ്. ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ അനവധി കാഴ്ചകൾ, ഇവിടെ അത്ഭുതം ഉളവാക്കുന്ന കാഴ്ചകളും, അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മൾ ഇനിയിപ്പം കാഠ്മണ്ഡുവിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ യോധ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമുണ്ട്, മങ്കി ടെമ്പിൾ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ചാനൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. പുതിയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ.